ഇന്നൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ന് 2 കഥ പറഞ്ഞുതരാം. ഇതും നിങ്ങൾക്ക് ഇതിനു മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥ തന്നെയാണ്. അല്ല, ആദ്യത്തേത് ഒരു ധനികനായ ഒരു അച്ഛനും മകനും അവരിങ്ങനെ യാത്ര പോവുകയായിരുന്നു. അങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയരികില് കണ്ണ് കാണാൻ പറ്റാതെ അന്ധനായ വൃദ്ധനായ ഒരു യാചകൻ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ അച്ഛൻ ആ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ട് മകനോട് പറഞ്ഞു, മോനെ ഈ കാശ് കൊണ്ടുപോയി അദ്ദേഹത്തിന് ഭിക്ഷ നൽകിയിട്ട് കൈ കുമ്പിട്ട് നമസ്കാരം പറഞ്ഞു വരൂ. സ്വാഭാവികമായിട്ട് എപ്പോഴും കൈ കുമ്പിട്ട് എവിടെ ഭിക്ഷ കൊടുക്കുമ്പോഴും മകനോട് കൈ കുമ്പിട്ട് നമസ്കാരം പറഞ്ഞു വരിക എന്ന് പറഞ്ഞാണ് ഈ അച്ഛൻ അയക്കാറുള്ളത്. അപ്പൊ ഈ കുട്ടി പോയി അന്ധനാണെന്ന് കാണുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ കാശ് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് വരികയാണ്. ആ ഭിക്ഷാപാത്രത്തിൽ കാശിട്ടിട്ട് കൈകൾ കൂപ്പാണ്ട് വരികയാണ്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മകനെ നീ ഇങ്ങനെ കൈകൾ കൂപ്പാത്തത്? നമ്മൾ വന്ദനം ചെയ്യേണ്ടതല്ലേ? അപ്പൊ മകൻ പറഞ്ഞു, അച്ഛാ, ഞാൻ കൈകൾ കൂപ്പിയാലും അദ്ദേഹം കാണാനൊന്നും പോകുന്നില്ലല്ലോ, അദ്ദേഹത്തിന് കാഴ്ചയില്ലല്ലോ. കാഴ്ചയില്ലാത്തൊരു വൃദ്ധനായ ഒരു യാചകനല്ലേ അദ്ദേഹം. ഞാൻ കൈകൾ കൂപ്പുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ഗുണമോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും ലഭിക്കാനൊന്നും പോകുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് കൈകൾ കൂപ്പേണ്ടതെന്ന്, കൈകൾ കൂപ്പുക എന്ന് പറഞ്ഞാൽ നമസ്കാരം ചെയ്യുന്നത് എന്ന് ആ മകൻ ചോദിക്കേണ്ടത്. അപ്പൊ അച്ഛൻ പറയാണ്, ഒരു വ്യക്തിക്ക് കാണാൻ കഴിയുമ്പോൾ മാത്രം അവരെ ആദരിക്കുന്നതല്ല ആദരവ്. അവർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോഴും ആ വ്യക്തിയോടുള്ള ആദരവ്, ആ പ്രായത്തോടുള്ള, ശരീരത്തിന്റെ പ്രായത്തോടുള്ള, ആ വാർദ്ധക്യത്തോടുള്ള ആദരവാണ് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ അവരുടെ കാഴ്ചയ്ക്ക് അവർ കാണുന്നതിന് വേണ്ടി മാത്രമാകരുത് ആദരവ് എന്ന മനോഹരമായൊരു പാഠം അച്ഛൻ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മളും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് അവരുടെ മുന്നിൽ മാത്രമായി ഒരു ഏച്ചുകെട്ടൽ പോലെ അല്ലെങ്കിൽ ഒരു നാടകം പോലെ ബഹുമാനങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ അവരുടെ അടുത്തില്ലെങ്കിലോ അവരോടുള്ള തുലവും ബഹുമാനവും പോലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പലരെയും കുറിച്ച് സംസാരിക്കാറും ഒക്കെ ഉണ്ടാവാം. സോ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ മാത്രം നമ്മൾ നൽകുന്നതല്ല ആദരവ്. ആ വ്യക്തിയുടെ അഭാവത്തിലും നമ്മൾ നൽകുന്നതാണ് ഹൃദയത്തിൽ നിന്നും വരുന്ന ശരിക്കുമുള്ള ആദരവ്. അഭാവത്തിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അവർ നമ്മളെ കാണാതിരിക്കുമ്പോഴും, അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, അയൽക്കാര്, ഓർ നമുക്ക് അറിയുന്ന വ്യക്തികൾ, ഇവരെ കുറിച്ചൊക്കെ നമ്മൾ ആക്ച്വലി അവരുടെ മുൻപിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല ആദരവ്. അവരില്ലാത്തപ്പോഴും അവരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്നതാണ് ആദരവ്. ഓക്കെ, റൈറ്റ്. ഈ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ പണ്ടെപ്പോഴോ പറഞ്ഞു തന്നൊരു കഥയാണ്. നിങ്ങൾക്ക് അറിയുന്ന കഥ തന്നെയാണോ ഇത്? ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് മാഡം. അതെ മാം, കേട്ടിട്ടുണ്ട് മാം. ആദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, മാഡം പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ കഥ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഒന്നും കേട്ടില്ല. ഇവിടെ അതെ, റേഞ്ച് ഇല്ലായിട്ടേ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കഥ കൂടെ പറഞ്ഞു തരാം. ഈ കഥ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് കേട്ടോ. ഈ കഥ എന്താണെന്നറിയോ? ഒരു വളരെ തീവ്ര ഭക്തനായ, ഈശ്വരഭക്തനായ, ദൈവത്തോട് വളരെയധികം ഭക്തിയുള്ള ഒരു മനുഷ്യൻ വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുകയാണ്. ചുറ്റിനും വെള്ളം. അപ്പൊ ഒരു കുന്നിന്റെ മേളിലേക്ക് ഇദ്ദേഹം ഓടി കയറുകയാണ്. അപ്പൊ വെള്ളപ്പൊക്കം ഇങ്ങനെ പൊങ്ങി 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 വരികയാണ്. അപ്പൊ ഇദ്ദേഹം വളരെ ഈശ്വര വിശ്വാസിയാണ്. ദൈവത്തിനോട് അത്രമാത്രം ഭക്തിയോടുകൂടി വർഷങ്ങളോളം, കുഞ്ഞുനാൾ മുതൽ അത്രമാത്രം തീവ്രമായ ഭക്തിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, നീ എന്നെ രക്ഷിക്കണേ. ഞാൻ നിന്നെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നു, നിനക്ക് ഞാൻ വേണ്ടുന്ന എല്ലാ ആരാധനകളും ചെയ്തിരുന്നു, നീ എന്നെ രക്ഷിക്കണേ എന്ന് വളരെ തീവ്രമായിട്ട് ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചു. അപ്പോൾ അതാ ഒരു കുഞ്ഞു വള്ളത്തില് 2 ആൾക്കാർ വരികയാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട്.
രക്ഷിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹം പറയാണ്, ദൂരെ വെച്ച് പറയാണ്, നിങ്ങൾ വരണ്ട വരണ്ട, എന്നെ ദൈവം ഈശ്വരൻ എന്നെ രക്ഷിച്ചോളും, എന്നെ ദൈവം രക്ഷിച്ചോളും, നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറയാണ്. ഒരുപാട് അവർ പ്രഷറൈസ് ചെയ്യാണ്, വരൂ 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 എന്ന്. എത്ര നിർബന്ധിച്ചിട്ടും ഈ വ്യക്തി ആകട്ടെ ആ വെള്ളത്തിലോട്ട് കയറാനായിട്ട് തയ്യാറാകാത്തൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും വെള്ളം ആക്ച്വലി കൂടുതൽ 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 ഉയരത്തിൽ വന്ന് ചെറു വള്ളങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് അടുത്തെത്താൻ പറ്റാത്ത തലത്തില് വെള്ളം ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഇതൊരു സാങ്കല്പിക കഥയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കഥയിലെ ചില ചില കാര്യങ്ങളിലൊന്നും ചോദ്യമൊന്നും ചോദിക്കരുത്. ഇപ്പൊ വീണ്ടും ഇദ്ദേഹം വളരെ മുട്ടിപ്പായിട്ട് ഇപ്പൊ ഹൃദയവേദനയും, എന്താണ് ദൈവം ഇതുവരെ എനിക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഹൃദയവേദനയോടുകൂടി ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന്. അപ്പോൾ അതാ കുറച്ചും കൂടെ ഈ ബോട്ട് എഞ്ചിനൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ബോട്ട് വരെയാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട്. അതിൽ 2-3 പേര്, കുറച്ചും കൂടി ഒരു 4-5 പേര് ഇരിപ്പുണ്ട്. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് സമ്മതിപ്പിച്ച് ആ ബോട്ടിലോട്ട് കയറ്റാമെന്ന് വിചാരിച്ച് 4-5 പേര് അതിനകത്തുണ്ട്. അങ്ങനെ ഇത്രയും പേരും കൂടെ ചേർന്നിട്ട് ഇദ്ദേഹത്തിന് അടുത്തേക്ക് വന്ന് ഒച്ചത്തിൽ വിളിച്ച്, ഉച്ചഭാഷണിയൊക്കെ വെച്ച് വിളിച്ച് പറയുകയാണ്, നീ കയറ് വരൂ എന്നൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞിട്ടും ഇദ്ദേഹം യാതൊരു വിധത്തിലും ഇല്ല, നിങ്ങൾ പൊക്കോളൂ, ഞാൻ ഞാൻ ഏറ്റവും ഭക്തിയോടുകൂടി ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഈശ്വരൻ, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും, നിങ്ങളെ പൊക്കോളൂ, നിങ്ങൾ ആരും ഇവിടെ നിൽക്കേണ്ടതില്ല, എന്നെ ദൈവം രക്ഷിക്കും എന്ന് വളരെയധികം തീവ്രമായ വിശ്വാസത്തോടു കൂടി ഇദ്ദേഹം വളരെയധികം അത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു. ക്ഷമ നശിച്ച് നിൽക്കാൻ കഴിയാതെ ആ ബോട്ടിൽ വന്നവരും തിരികെ പോവാണ്. വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞു. ബോട്ടും വരാൻ പറ്റാത്തൊരു സാഹചര്യമായി, ചെറുവള്ളങ്ങളും വരാൻ കഴിയാത്ത സാഹചര്യമായി. വെള്ളമാകട്ടെ ഇങ്ങനെ നിറഞ്ഞ് 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 വെള്ളം നിറഞ്ഞ് ആക്ച്വലി അത് മൂടുന്ന ഒരു അവസ്ഥയായി. ഏകദേശം കുന്നോളം ഏറ്റവും മുകൾ ഭാഗം മൂടുന്ന ഒരു അവസ്ഥയായി. ഇനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഹെലികോപ്റ്ററിലൂടെ വന്ന് ഇദ്ദേഹത്തെ രക്ഷിക്കുക. അങ്ങനെ ഹെലികോപ്റ്റർ തന്നെ വരികയും കയറിട്ട് കൊടുക്കുകയും അതിൽ പിടിച്ച് കയറാനായിട്ട് ഇദ്ദേഹത്തിനോട് ഒരുപാട് നിർബന്ധിച്ചിട്ടും ഇദ്ദേഹം അത്ര വിശ്വാസമാണ് ദൈവത്തില്, പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ഈ മനുഷ്യൻ ആ കയറിൽ പോലും പിടിച്ചു കയറാതെ അദ്ദേഹം പരിപൂർണമായി ഈശ്വരനിൽ തന്നെ, ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് പൂർണ്ണമായിട്ടും അങ്ങനെ ഇരിക്കട്ടെ. അത്ര തീവ്ര വിശ്വാസിയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ പ്രയാസത്തോടു കൂടി ഹെലികോപ്റ്ററും കടന്നുപോയി. ഇദ്ദേഹത്തിന്റെ ചിന്തകളെ മാറ്റുവാൻ മറ്റാർക്കും സാധിക്കില്ലല്ലോ എന്ന ഹൃദയവേദനയോടുകൂടി എല്ലാവരും പോവുകയും ചെയ്തു. വെള്ളം കൂടുതൽ കൂടുതൽ ഉയരത്തിലെത്തുകയും ഇദ്ദേഹം കഴുത്തറ്റം വെള്ളമാകുന്നത് വരെയും എന്നെ ഈശ്വരൻ രക്ഷിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഇരിക്കുകയും, എന്നാൽ ആ വെള്ളം മുഴുവനായിട്ട് നിറഞ്ഞ് ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മരണപ്പെട്ട് സ്വസ്ഥമായി പിന്നെ കണ്ണുകൾ തുറക്കുമ്പോൾ ബോധതലത്തിൽ ഉയരുമ്പോഴത്തേക്കും ദൈവത്തിന്റെ മുന്നിൽ എത്തിപ്പെടുകയാണ്. ഏറ്റവും പ്രയാസത്തോടു കൂടി ചോദിച്ചു, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ നിന്നെ ഇത്ര നാളും ഒരു തെറ്റുകളും ഞാൻ ചെയ്തിട്ടില്ല, എന്തൊക്കെയാണോ അങ്ങ് കൽപ്പിച്ചിട്ടുള്ളത് അതെല്ലാം ഞാൻ അനുസരിച്ച് ജീവിച്ച എന്നെ പോലെ ഒരു ഭക്തനെ കാണാൻ സാധിക്കുമോ ഈശ്വര? ദൈവമേ, എന്നെ പോലെ ഇത്രയും തീവ്രമായി പ്രാർത്ഥനകളും അർത്ഥനകളും ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുമോ? എന്നിട്ടും നീ എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല എന്ന് ഒരുപാട് ഹൃദയവേദനയോടുകൂടി പ്രയാസത്തോടുകൂടി ഈ മനുഷ്യൻ ദുഃഖത്തോടുകൂടി ദൈവത്തോട് ചോദിച്ചു. ദൈവം എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവാ? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഒന്നല്ല എല്ലാം പല രണ്ടല്ല 3 രൂപത്തിൽ തവണ വന്നില്ലേ നിന്നെ എന്നായിരിക്കും രക്ഷിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ടാവുക വന്നില്ലേ? മാം. 3 തവണ വന്നു, എന്നിട്ട് നീ അതെ അത് അനുസരിച്ചില്ല. അപ്പൊ പിന്നെ ഞാൻ മരിക്കാനേ പറ്റുള്ളൂ. പലതരത്തിൽ വന്നില്ലേ, അപ്പൊ കേറിയില്ലല്ലോ. എക്സാക്ട്ലി അത് തന്നെയാണ് ദൈവം പറഞ്ഞത്. നമ്മളോടും ദൈവം പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ പലതരത്തിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പലതരത്തിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ സഹായമായിട്ട് ഞാൻ പലതരത്തിലും നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. അതിനെ മനസ്സിലാക്കൂ, അതിനെ തിരിച്ചറിയൂ എന്നാണ് ദൈവം നമ്മളോടും ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഈ കഥ ഞാനത് മാം താങ്ക് യു. ഞാനത് റെക്കോർഡ് ചെയ്യോ? റെക്കോർഡ് ചെയ്തിട്ട് ഇതിലിടോ? എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല, രണ്ടും കഥ മനസ്സിലായില്ല. ഇവിടെ റേഞ്ച് തീരെ ഇല്ല പല ഭാഗത്തുനിന്നും.
മാറി മാറി പോയിട്ടും കിട്ടുന്നില്ല തീരെ. ഞാൻ എന്തായാലും കഥ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് യൂട്യൂബിൽ ഇട്ടേക്കാം. ചേച്ചിക്ക് ആക്ച്വലി സമയം ലഭിക്കുന്ന പോലെ കണ്ടോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ മാം. ഇനി ആക്ച്വലി ഇന്ന് കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ കുറച്ച് സീരിയസ് ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമാണോ? യെസ് മാം. ഇഷ്ടമാണ്. യെസ് മാം. ഭയങ്കര ഇഷ്ടമാണോ? Yes, yes, ma'am, yes. ഇഷ്ടമാണ്. ബുക്സ് വായിക്കാൻ ഇഷ്ടമാണോ? യെസ് മാം. ഇതിന് മുന്നേ ഞാൻ Yes, ഒരിക്കൽ ma'am. പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വായിക്കേണ്ട ഒരു മനോഹരമായ, അല്ലെങ്കിൽ ആക്ച്വലി ഒന്നുകിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കരുതിയിട്ട് വായിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു എന്താ കേസ് സ്റ്റഡീസ് പോലെ, ഓർ കുറച്ച് സീരിയസ് ആയിട്ട് വായിക്കാം. എങ്ങനെ വായിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ലൈക്ക് ചിലർക്ക് ആത്മാവ് എന്നൊരു കാര്യത്തിൽ പോലും വിശ്വാസം ഇല്ലാത്തവര് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഒരു അതിശയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതിൽ ഒരുപാട് വിശ്വാസം ഉള്ളവരും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ പഠിക്കാനും എന്താണ് ഇതിനപ്പുറമുള്ള ജീവിതം എന്നൊക്കെ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നവരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ട്. എന്നാൽ ആത്മാവില്ലാന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. അതിലൊന്നും തെറ്റോ ശരിയോ ഒന്നുമില്ല. ഓരോരുത്തരുടെ വിശ്വാസം എന്തോ അതവർ വിശ്വസിച്ചോട്ടെ. കൂടുതലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ബുക്കാണിത്, ജേർണി ഓഫ് സോൾസ്. ഈ ബുക്കിനെ കുറിച്ച് ഞാൻ ഇതിനു മുന്നേയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് കഥകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എങ്കിൽ ഒരു എന്റർടൈൻമെന്റ് പോലെ എങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ജേർണി ഓഫ് സോൾസ്, മൈക്കൽ ന്യൂട്ടന്റെ. കേസ് സ്റ്റഡീസ് ഓഫ് ലൈഫ് ബിറ്റ്വീൻ ലൈഫ്സ്, അതായത് റീഇൻകാർണേഷൻ, ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുൻപുള്ള റീഇൻകാർണേഷൻ, പുനർജന്മങ്ങൾക്ക് ഇടയ്ക്കുള്ള ഒരു അല്പസമയമില്ലേ, റൈറ്റ്? ആ സമയത്തുള്ള ആത്മാക്കളുടെ ജീവിതം എങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ഒരു ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്യുന്ന, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കുറേ ആൾക്കാരിൽ ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള അനുഭവങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയാ കഥയും അനുഭവങ്ങളും ഒക്കെയാണ് ഈ ബുക്കിനകത്തുള്ളത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും വിശ്വസിക്കണമെന്നോ എന്നൊന്നുമില്ല. പക്ഷേ ഒരു എന്റർടൈൻമെന്റ് പോലെ എങ്കിലും നമ്മളിത് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു മീനിങ്, അർത്ഥം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല സാഹചര്യങ്ങള്, ഇതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാൻ, നമുക്കൊന്ന് റിയലൈസ് ചെയ്യാൻ, നമുക്ക് നമ്മുടെ ചുറ്റിനും നമ്മുടെ കൂടെയുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ഒക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആവുന്ന ഒരു ബുക്കാണ് ആക്ച്വലി ജേർണി ഓഫ് സോൾസ്. നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ യൂട്യൂബിനകത്തൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇതിനകത്ത് ആക്ച്വലി എഴുതിയിരിക്കുന്നത് ഒന്നും പാടില്ല എന്നാണ്. യൂട്യൂബ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു രീതിയിലുള്ള ട്രാൻസ്ക്രിപ്ഷനോ റെക്കോർഡിങ്ങോ ഇൻഫർമേഷൻസ് ഒന്നും റിട്ടൺ പെർമിഷൻ, പബ്ലിഷേഴ്സിന്റെ റിട്ടൺ പെർമിഷൻ ഇല്ലാതെ നമ്മൾ പറയാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ, ഇതിന്റെ അല്പം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ ബുക്കിനെ പരിചയപ്പെടുത്താനായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത് നമുക്ക് 30 into 30 ശേഷം കുറച്ച് കാര്യങ്ങൾ ഓരോ ദിവസവും ഒരല്പമായിട്ട് പറഞ്ഞുതരാം. ഇസ് ദാറ്റ് ഓക്കെ? യെസ് മാം. താങ്ക് യു. താങ്ക് യു. Okay, ma'am.